ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വളരെ വൃത്തികെട്ട രീതിയിലേക്കാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, മാർക്കറ്റ് കയറാനുള്ള ശ്രമം നടത്തി, ഒരു കയറ്റവും വിജയിച്ചില്ല, ഇറക്കവും വിജയിച്ചില്ല എന്ന് പറയും പോലെ നിഫ്റ്റി പെർഫെക്റ്റ്ലി ഒരു റേഞ്ച് ബാലൻസ് കീപ്പ് ചെയ്താണ് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു പെർഫെക്റ്റ് റേഞ്ച് ബാലൻസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി നോക്കുന്ന സമയത്ത് ആ ഒരു റേഞ്ചിനെ കിടിലമായിട്ടൊരു ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണം ഒന്നും മാർക്കറ്റിനെ സമയത്ത് തരാതെ ഒരു റേഞ്ചിനെ കീപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു. നിങ്ങൾ ഒക്കെ ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞു പോയ മാർച്ച് 12 തൊട്ട് നമ്മുടെ നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി 23,500നും 23,812നും ഇടയ്ക്കുള്ള റേഞ്ചിലാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ഇങ്ങനെ കിടന്ന് കളിക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച 2-3 കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിച്ചു. ഒന്ന്, നമ്മുടെ ഒരു പോസിറ്റീവ് കാര്യമായിട്ടുള്ള RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 3 ലക്ഷം കോടി രൂപ ഗവൺമെന്റിന് കൊടുത്തു ഡിവിഡൻഡ് ആയിട്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഫിസിക്കൽ ഡെഫിസിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇനി വരാൻ പോകുന്ന ഇൻഫ്ലേഷന്റെ ഹൈക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ലിക്വിഡിറ്റി നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഈ ഒരു 3 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് RBIയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായ ഘടകമാണ്. അതുകൂടാതെ റുപ്പി സ്വാപ്പിന്റെ ഭാഗത്ത് നിന്ന് റുപ്പി ഡോളറിന്റെ ഈ അപ്രീസിയേഷൻ കാരണം റുപ്പി ഡിപ്രീഷിയേറ്റ് ആയി പോകുന്നത് ഇടപെടാൻ വേണ്ടിയിട്ട് RBI ആ ഒരു മേഖലയിലേക്കും ഒരു 1-2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ റുപ്പിയുടെ ആ ഒരു വൻ വീഴ്ചയെ പിടിച്ചു കെട്ടാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രംപ് അമേരിക്ക മാർക്കറ്റിലെ അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു ഉടമ്പടി പത്രം കൊടുത്തു. അപ്പൊ ഇന്ന് വൈകിട്ട് വരുന്ന ന്യൂസുകൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് പറയുന്നത് ആ ഡീല് ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർ ഈസ് എ ചാൻസ് ഓഫ് 50-50 ഉണ്ട്. നാളെ വൈകിട്ട് മുമ്പേ അതിനൊരു കൃത്യമായ ഒരു വിവരം തരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്ന് തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് എങ്ങനെ വേണം ഓപ്പൺ ചെയ്യാം, ഏത് സ്ഥലത്ത് വേണം ഓപ്പൺ ചെയ്യാം, ഒരു കെട്ടിടം ഒരു ബ്രിമ്മ് ഒരു കയ്യേലപ്പുറത്ത് തേങ്ങ നിൽക്കുന്ന പോലെ അവസ്ഥയിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പൊതുവെ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. കൂടാതെ കെവിൻ വാർഷ് ഫെഡറൽ റിസർവിന്റെ ചെയർമാനായിട്ട് സ്ഥാനം വേണ്ടിയിട്ടുണ്ട്. ട്രംപിന്റെ അടുത്ത കൂട്ടുകാരനാണ്. അപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ എക്കണോമിയെ പിടിച്ചു കെട്ടി ക്ലിയർ ആക്കി കൊണ്ടുപോകേണ്ടത് കെവിൻ വാർഷിന്റെ കടമയാണെന്നും കൂടെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ ട്രംപ് പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന്, കെവിൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ 1-2 കൺഫ്യൂഷനിലാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തിങ്കളാഴ്ചയോടുകൂടി നമുക്ക് നാളെ വൈകിട്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച കാലത്തോടുകൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഡീലിൽ ഇറാന് കൊടുക്കാൻ പോകുന്നത്, ഡീൽ ഓർ നോ ഡീൽ എന്ന ആ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ബഹുലമായി സംഭവിച്ചത്. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് അവിടെ നിന്ന് പോയിട്ടില്ല. 12 മെയ് തൊട്ട് ഇന്നലെ വരെയും നിഫ്റ്റി പെർഫെക്റ്റ്ലി ഒരു റേഞ്ചിന്റെ മാർക്കറ്റിന്റെ ഭാഗത്തേക്കാണ് കൃത്യമായിട്ട് നിൽക്കുന്നത്. നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ റേഞ്ചിന് ഞാൻ വരയ്ക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പം 23,722 ഭാഗത്തേക്കാണ് POC നിൽക്കുന്നത്. ഞാൻ POC വരച്ചു വെച്ചു. 23,855 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 23,855 പൊട്ടിയാൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 23,500 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ ഇതിനകത്ത് കിടന്ന് റേഞ്ച് തന്നെ കാണിക്കും. 23,855 പൊട്ടുകയാണെങ്കിൽ 23,500 മാർക്കറ്റ് ബെയറിഷ് ഷഫിൽ പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് 440, ഈ 440യുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതൊരു സപ്പോർട്ടീവായിട്ട് എടുക്കാനുള്ള ചാൻസും പൊതുവെ കൂടുതലാണ്. അതിനുശേഷം പറയുകയാണെങ്കിൽ 440ക്ക് താഴെ 380യുടെ ഭാഗത്ത് ഈ 380യുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ട്, അതും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 25,310 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ. അപ്പൊ ഇത്രയാണ് എനിക്ക് താഴേക്കുള്ള ഒരു റെഫറൻസ് ലെവലായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. മുകളിലാണെങ്കിൽ 23,855 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഈ POC ആയ 23,918 എത്രയാണ് 23,918 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 23,970 ഭാഗത്തേക്ക് വരാനും, തേർഡ് 24,043, അതായത് നമ്മുടെ പഴയൊരു POC ആണ് 24
1043യുടെ ഭാഗത്തേക്കും നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ വരാൻ പോകുന്ന ചൊവ്വാഴ്ച മാർക്കറ്റ് എക്സ്പയറി ആണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എക്സ്പയറിക്ക് എങ്ങനെ ഒരു വലിയൊരു എന്താണ് ഒരു ബൊംബ്ലാസ്റ്റിക് ഉള്ള എക്സ്പയറി, സ്റ്റുപ്പൻഡസ് ബൊംബ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു എക്സ്പയറി ഒന്നും തന്നിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന ചൊവ്വാഴ്ചത്തെ എക്സ്പയറി എങ്ങനെ വേണോ വരാനുള്ള ചാൻസ് പൊതുവേ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. 23,855 എന്ന് പറഞ്ഞ ലെവലും താഴെ 23,500 എന്ന് പറഞ്ഞ റെഫറൻസ് ലെവലും കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. പെർഫെക്റ്റ്ലി ബാലൻസ് ആണ്. 12-ാം തീയതി മെയ് തൊട്ട് ഇന്നലെ വരെ നിഫ്റ്റി ഒരു ബാലൻസ് തന്നെ പൊക്കോണ്ടിരിക്കുന്നു. ഇനി അടുത്ത് നോക്കുന്ന ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ചിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. ഇന്നലെ വന്ന ഒരു പെർഫെക്റ്റ്ലി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റി. 54,016 ഭാഗത്തേക്കാണ് പി ഒ സി നിൽക്കുന്നത്. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. 54,017 ഭാഗത്തേക്ക് പി ഒ സി വന്നിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് പറയുന്നത് 54,250 എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 54,465 എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂ ഒരു ലോ ഭാഗത്തേക്ക് വരുന്നതാണ്. ഫസ്റ്റ് 54,465 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ആ ഭാഗം 54,465 എന്ന് പറയുന്ന ഈ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കലും 54,600, അതിന് മുകളിൽ 54,755 എന്ന് പറഞ്ഞ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി ഡൗൺ ബൈഡ് എന്ന് പറയുമ്പോൾ 53,781 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഒരു ലോയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് എൻ്റർ ആവുകയാണെങ്കിൽ ഈ പി ഒ സി വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലായിരിക്കും. സോ 53,781 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് 53,619, സെക്കൻഡ് ഈ പി ഒ സി 53,420, തേർഡ് ഈ ഒരു വാല്യൂ ഏരിയ ലോ അല്ലെങ്കിൽ 53,269. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. പെർഫെക്റ്റ്ലി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് ലാസ്റ്റ് ദിവസം വന്നിരിക്കുന്നത്. ഈ പിയുടെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കിടിലമാറ്റി മുകളിലോട്ട് പോകാനുള്ള ചാൻസ് പൊതുവെ മാർക്കറ്റിൽ കാണുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ട മിഡ് ക്യാപ്പ്. ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയതിനു ശേഷം ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ ഒരു ഡീപ് പ്രൊഫൈലാണ്. ഡീപ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഡിയുടെ അറിയാലോ ഒരു ബാലൻസിങ് പ്രൊഫൈലാണ്. ഈ ബാലൻസിങ് പ്രൊഫൈലിന്റെ ഹൈയോ ലോയോ പൊട്ടുകയാണെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള മൂവ്മെന്റ് മാർക്കറ്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറഞ്ഞത്. പെർഫെക്റ്റ് ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. 13,376 ഭാഗത്താണ് പി ഒ സി. 14,436 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ പൊട്ടുകയാണെങ്കിൽ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കും. അത് ഫസ്റ്റ് ടാർഗറ്റ് 14,480, 525, 14,600 ഭാഗത്തേക്ക് പോവാം. ഇല്ല 14,300 എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സി കട്ട് ചെയ്യണമെങ്കിൽ ഡിപ്പ് എടുക്കാം. ഫസ്റ്റ് 14,254, സെക്കൻഡ് 14,200, തേർഡ് 14,147 എന്ന് പറഞ്ഞ ഈ ലെവൽ. അപ്പൊ ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ചും പറയാനുള്ളത്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രത്യേകിച്ച് നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ഒരു റേഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയിൽ ഈ ഒരു വലിയൊരു എക്സ്പയറി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ പക്ക 23,720 ഭാഗത്ത് ആ ഒരു ഭാഗത്തൊക്കെ തന്നെ എക്സ്പയറി വരാനുള്ള ചാൻസും പൊതുവെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് 23,855 മുകളിൽ മാർക്കറ്റ് നിൽക്കും എന്നുള്ള കാര്യം നോക്കിയിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്. ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എക്സ്പയറി ബോംബ്ലാസ്റ്റിക് ആവുമോ ഇല്ലെന്ന്, അല്ലെങ്കിൽ വെറും ബോംബായിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഒരു റിപ്ലൈ തരുള്ളൂ. അപ്പം ഈ 23,855 ഒരു ബുള്ളിഷ് റെഫറൻസ് ലെവൽ അല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ചർ ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് കൃത്യമായി നിങ്ങളെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഒരു പെർഫെക്റ്റ്ലി ഒരു ഡിഫിക്കൽട്ട് ഫോർ ഓപ്പൺ ട്രേഡിങ്ങിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാതെ നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ എല്ലാം നമ്മളെ കൃത്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ട്രേഡിംഗിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു കാര്യം ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും കൃത്യമായ ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന്റെ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.